പക്ഷെ എനിക്കത് ഈ ഇലക്ഷൻ കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു ജെൻസി ഓഡിയൻസിനെ ടാക്കിൾ ചെയ്യുന്ന തരത്തിൽ അതിനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനോ അല്ലെങ്കിൽ ഒരു മെസ്സേജിങ്ങോ സാധനങ്ങളോ ഉണ്ടായ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ജെൻസീസിന്റെ അടുത്ത് റിസർച്ച് ചെയ്തിരുന്നു. ഞങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ഗ്രൂപ്പ് ചെയ്ത് ക്യൂറിയസ് അതിന്റെ ടേക്ക് അവേസ് എന്താണ്? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവർ ചോദിച്ചത് UDF LDF എന്താണെന്ന് അവർക്ക് അറിയില്ല. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും ശശി തരൂരിനെ അറിയാം. സം പീപ്പിൾ ഡിഡ്ന്റ് ഈവൻ നോ VD സതീശൻ. താരങ്ങളെ ഇലക്ഷൻ ഉപയോഗിക്കുന്നതിന് ഇപ്പൊ ഇലക്ഷനെ താരങ്ങൾ ഉപയോഗിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിന്റെ ഒരു നെറ്റ് എഫക്ട് എന്താ പറഞ്ഞാൽ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് മേഡ് മണി in the election. I mean, it is a market. I mean, it is good. In a way, it is good. I mean, money is flowing into the market. Local economy of the energy ചെയ്തു. ഇതിന് മുന്നേ ഇത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സാധനം ഇലക്ഷൻ കഴിയുമ്പോൾ 10x 20x ഒക്കെ ഒരുപാട് എണ്ണം ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പൊ ആൾക്കാരെ പൈസ കൊടുത്തിട്ടാണെങ്കിലും പ്രൊമോട്ട് ചെയ്ത് ഫോളോവേഴ്സിനെ കൂട്ടും. ആരുടെ പൈസ? കാൻഡിഡേറ്റിന്റെ പൈസ. അത് ലോട്ട് പീപ്പിൾ ഡു ദാറ്റ്. I mean, കേരളത്തിൽ ഒരു ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു പൊളിറ്റീഷ്യൻ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു ബോൾ പേപ്പർ, ഹി സ്പെൻസ് ഇറ്റ് ഓർ നോട്ട് ഇസ് അനദർ ക്വസ്റ്റ്യൻ. പക്ഷെ ഒരു ബോൾ പാർക്ക് ഫിഗർ എന്തായിരിക്കും? കേരളത്തില് ഇത്തവണ സർട്ടൻ കോർപ്പറേറ്റ്സുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. ഇതിലെ ഒരു സംശയമുള്ള കാര്യം ഇത് നമ്മൾ ഇതിനെല്ലാം ഈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ആർട്ട് ഓഫ് ദി പോസിബിൾ ആണ് അങ്ങനെ. അപ്പൊ അത് നമ്മളെല്ലാത്തിനും ഇതിനെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു വളരെ മാത്തമാറ്റിക്കലി ഒരു യൂണിറ്റ് മെട്രിക്സ് ഒരു വൈറൽ സ്കോർ ഒക്കെ കൊടുക്കുന്ന സമയത്ത് the magic that happens with politics, the art of possible, something is impossible but politicians try to make it possible. അത് നഷ്ടപ്പെടുന്നതായിട്ട് രാഷ്ട്രീയക്കാർ പറയാറുണ്ടോ? അങ്ങനെ ഒരു ഈ പറയുന്ന ബ്രാൻഡിങ് കൺസൾട്ടൻസി end of the day it is everything is fair in love and war. It is about in election it is all the more. Appo it is about winning. Everything is about winning. So whatever things that you can do to win an election, അവരെ സംബന്ധിച്ചിടത്തോളം winning is the only election. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ ഇത് ദേ വേക്ക് അപ്പ് ഓൺലി അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. ഞാൻ പറഞ്ഞാൽ അവിടെയാണ് BJP has realized that potential. They now have an in-house agency called RVIS. So they work extensively, exclusively with BJP. Congress also has inclusive mind. Is an exclusive in-house agency for now. Sunil Kanaval's agency works closely with Congress. So ഇപ്പോൾ അടുത്ത അവർ ഗോവയിലേക്ക് പോയിട്ടുണ്ട്. So Goa elections are coming. So they'll plan well in advance. I think LDF is also moving into that direction. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ശരിയാണെങ്കിൽ കൊച്ചി ബേസ്ഡ് ആയ മൈത്രിയാണ് അവരുടെ election ആയിട്ട് അവർ. മൈത്രി is a brand consultancy company. It's an advertising agency. They do the advertising campaign. പക്ഷെ ബിയോണ്ട് അഡ്വർടൈസിങ് ക്യാമ്പയിൻ ഇപ്പൊ CPM തന്നെ ഇന്റേണലി ഇപ്പൊ നികേഷ് കുമാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ഡിജിറ്റൽ ടീമൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ദേ ആർ ഡൂയിങ് എ ഫിനോമിനൽ ജോബ്. ഐ വുഡ് സേ നികേഷ് ഹാസ് ഡൺ എ ഫാർ ബെറ്റർ ജോബ്. അപ്പോൾ അവരത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഈ കമ്മ്യൂണിക്കേഷൻ ഷേപ്പ് ചെയ്യാനായിട്ട് യു നീഡ് സമ്മൺ വാസ് പുട്ട് ഇനോർമസ് എമൗണ്ട് ഓഫ് ഇയേഴ്സ് ഇൻ. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് BJP പീയൂഷ് പാണ്ഡെ പോലെ അല്ലെങ്കിൽ പ്രസൂൻ ജോഷിയെ പോലുള്ള ഒരാളെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ രണ്ട് ഏജൻസികളെയും കൂട്ടത്തിൽ കൊണ്ടുപോകുന്നു. LDF is probably moving in that direction. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ഇലക്ഷന് ശേഷം അവർ ഓൾറെഡി മൈത്രിനെ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അടുത്ത 5 വർഷത്തേക്ക് ഇത് മൂവ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ഇലക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നികേഷിന്റെ ടീമും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്കിത് most probably in another 2 years the election, the entire India election will come. You can't say. I mean, it will not be just parliament election. Even state election can happen if the government is going to pass that thing. Unified. ഇതിനകത്ത് ഞാനിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വൈസി end of the day, so what we effectively did with LDF, we end up doing just 7 films for LDF. Okay. So and we recommended something else, but because they liked us, so they wanted us to work on certain projects. They already engaged these guys, no? But they wanted a solution. They wanted a solution to showcase what they have done. Okay. And so they have done a lot of communication. See, their LDF in the communication mainly focused on Mattarund LDF allade. Correct. So that campaign they ran. How do you read about? What is your? See, my opinion. What probably sometimes it is not the communication that fires, but it is a media vehicle can backfire you. Okay. So they are invested heavily in outdoor. Okay. Correct. So when a common man comes to the street, because they have taken up all the hoardings in Kerala. I think they have taken close to 2,000 hoardings in Kerala. One second. Okay. I didn't know about this number. 2,000 hoarding, but കേരളത്തിൽ എത്ര ഹോർഡിംഗ് ഉണ്ട് ടോട്ടൽ? So they have taken ടോട്ടൽ കേരളത്തിൽ ഏതാണ്ട് അത്രയല്ലേ അതിൽ കൂടെ ഉണ്ടാവും. പക്ഷെ they have taken almost that kind of numbers they have invested in. When you invest so many numbers of hoarding, when you come out of hoarding, you can't just
cross 500 meters without seeing at least 5 hoardings. Correct? അല്ല When എല്ലാ you see ഹോർഡിങ്ങിലും so ഒരു much- ഫേസ് മാത്രം. Yeah, when you see how does the common man psychology work is that you suddenly feel that you're splurging money, ഓക്കെ. correct? And you're staring at this face. So there had been some amount of sometimes what is done for good can actually do bad for you. This at a time when your research actually said Yeah. ആന്റി ഇൻകംബൻസി അല്ല ഒരു ആന്റി പിണറായി സെന്റിമെന്റ്. So the അപ്പൊ അതിന്റെ മുകളിലാണ് ഈ പറയുന്ന hoardings so വരുന്നത്. it has actually worked against the research findings. So then we did one campaign. You must have seen it. I mean, there is a bug comes. ഒരു മൈക്കിന്റെ ഫോമിൽ ഒരു ബഗ് വന്നിട്ട് ഒരു കിഫ്ബിയുടെ ഇതാണ്. കിഫ്ബി അല്ല, കിഫ്ബി വാസ് ഡിഫറെന്റ്. ഐ മീൻ ഇറ്റ് വാസ് എ ഗവൺമെന്റ് പ്രൊജക്ട് someone else did. There's a Kollavallu Kerala, Kollavallu LDF. We did one campaign. I've seen it. So that was a campaign. Who has not seen it? Yeah, Kollavallu Kerala, Kollavallu LDF. That's a tagline that we gave. Kollavallu Kerala, Kollavallu LDF. So which means that Kerala people- and LDF. Yeah, Kerala is so nice and good, and because LDF is Okay. correct, so Kollavallu Kerala, Kollavallu LDF is a tagline that we put forward, which is How do very you come possible. up with this kind of one-liners? ഇപ്പൊ ഈ പറയുന്ന കൊള്ളാവലോ LDF, കൊള്ളാവലോ കേരളം കണക്ക് and you have to also think, these are written for two different parties. Okay. One is written for the ruling party, മറ്റേത് No, opposition whatever party. it doesn't accidentally happen, that is because at a personal level. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, do you have a personal politics? ഇത് എഴുതുന്ന സമയത്ത് നമ്മുടെ we are not married to politics. Okay. Our only interest is, brand consultancy, communication. We have no politics. I mean, we could work for anyone else. I mean, it's like you going to one architect and the architect could be working for anyone else. You could go to any doctor, he could be treating anyone. Okay. I mean, we are professionals. We stick only to our professional job. I mean, beyond that, we don't do anything. Even though we have close affiliations with many political leaders, I mean, that apart. But it's very interesting that you ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കൊള്ളാലോ എന്ന് ഇടുന്ന അതേ കൈ കൊണ്ട് തന്നെ മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് കടങ്ങ് വയ്ക്കണം എന്ന് പറയുന്നുണ്ട്. So, you know the weakness of both we trust parties. such sentiments rightly. I mean, that's why and that's why that the final day Congress did that. The innu kanakku yodikka. I mean, that was the final ad. So we said, so we did Kollavallu Kerala, LDF, and then LDF wanted out, that we created some ads purely tackling the guarantee with Kollavallu Kerala, LDF, so that we exposed that guarantee. When we did about 5 ads against the guarantees, Congress guarantees. So there is a woman taking a bus, and then this bug come and says, ഞങ്ങളുടെ ഗ്യാരണ്ടിയെ പറ്റി പറയുമ്പോഴത്തേക്കും ഇത് women saying that. So there's a series, there's a hospital ad. So we try to expose that in the last 7 days. LDF also tried something on a huge scale. ഇത് പഴയ കോൺഗ്രസ് സർക്കാരിന്റെ ഒരു റിപ്ലിക്ക വെച്ചിട്ട് പേപ്പറിൽ ഒരു പരസ്യം കൊടുത്തു. പണ്ടത്തെ കാലത്ത് ഈ പറയുന്ന They did that. അപ്പൊ അത് ഈ പറയുന്ന അതിന് how do you read that thing? That is very nice tactic, because what happens is that it rejogs public memory. See, public memory is very short. People forget. പക്ഷെ അതിനൊരു മെഷറബിൾ ഇമ്പാക്ട് ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നില്ല. It reminded people, it brought in that discussion in place. Okay. Correct? So they did that campaign. I think PRD did that. Okay. PRD did that. PRD did that campaign on their own. Okay. Released their ad. So reminded people if I'm not wrong, they also engaged Srikumar Menon's Push Integrated. he has worked with KIFBI. കിഫ്ബി അവർ ഈ പറയുന്ന കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് പ്ലാൻ ചെയ്യുന്ന അതായത് അവർ കിഫ്ബി കൊണ്ടുള്ള they invested in multiple baskets in terms of communication. LDF. Okay. The KIFBI, which is a government agency which has done so many development projects, so that development projects they have communicated. Correct. Maitri did campaign in terms of Mattarunda LDF, which is that thematic campaign we ran. Correct. We wanted to do a different campaign. We wanted to actually work very specifically for people who are actually drifting away from you, to bring them back and try and do a typical Hamara Bajaj kind of campaign to win over people. We wanted to do that, And but they didn't do social media. they were not convinced of that, because they thought they were convinced, but they were reluctant to do it because it was at the last minute. So they said emotionally, because when they look at it, no other political party in India or anywhere else have ever done an emotional campaign. Political campaigns are all about rational campaign. അത് മാത്രമല്ല ഇമോഷണൽ ആണെന്നുള്ളതില്ല കേഡറിനെ ഓർമ്മിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ആലോചിച്ചേക്കാം. How does emotion campaign work? Emotion works at a different level. Correct? When I tell you the nicest things about how when we have been together,
You can't win anyone in back for someone who are drifted away through win. You can't bring them through an argument back. You win them through warming them back to him. That's how communication. Why in India or across the world, why people invest so much of money in emotional advertising? Emotional advertising really works. Power of emotional advertising is unmeasurable. I mean, it works beyond imagination. So literally, we didn't say don't do emotional communication, functional communication. You do your functional communication parallelly. You do, because you have a subset of audience with you. You have one set of audience that you need to talk to. You communicate all the functional benefits, but you also need to communicate the emotional benefit to the certain amount of audience. ഇതിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഔട്ട്ഡോർ ക്യാമ്പയിൻ അവർ ചെയ്തത് ഒരു പക്ഷെ അവർക്ക് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആലോചിച്ചാൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഔട്ട്ഡോർ ക്യാമ്പയിൻ ബാക്ക് ഫയർ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞു. ബിക്കോസ് എക്സസീവ് മീഡിയ യൂസേജ് has probably the media vehicle has probably damaged ഇംപ്രഷൻ ഉണ്ടായത്. അപ്പൊ അതുപോലെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിൽ ഈ മൂന്ന് പാർട്ടി എങ്ങനെയാണ് എൻഗേജ് ചെയ്തത്, അവരുടെ ഒരു അപ്രോച്ച് എന്തായിരുന്നു എന്നുള്ളത്? Social media, the people randomly spend. I don't think there is any greater strategy that has been used and any greater innovation that happened in that space. People randomly spend. Social media was people are employed. Said real army was employed. So even many constituencies, many candidates, they on their own they used. Makes sense. Yeah. Then they also used pro anti news in social media. For layman, I mean, എന്താണ് ഈ പ്രോ ആന്റി ന്യൂസ്? പ്രോ ആന്റി ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ആ വാർത്ത എനിക്ക് എതിരായിട്ട് തോന്നും, പക്ഷെ അതിന്റെ കണ്ടന്റ് രൂപത്തിൽ ക്രാഫ്റ്റ് ചെയ്യും. അത് കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അത് എനിക്ക് അനുകൂലമായിട്ടുള്ളതാക്കിയത് മാറ്റും. രാജീവ് ചന്ദ്രശേഖരൻ, ശിവൻകുട്ടി. ഓക്കെ. അപ്പോൾ ശിവൻകുട്ടിയുടെ രാജീവ് ചന്ദ്രശേഖരൻ പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ is a technocrat, correct? More savvy, seen as a very well-groomed person. But Shivankutti on the other hand has seen lot of പുള്ളി പറഞ്ഞിട്ടുള്ള കുറച്ച് പല ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് സ്ലിപ്പ് ഓഫ് ദ ടങ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ല, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ന്യൂസുകൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ BJP ചെയ്യുവാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് ഇയാളെന്തിനാ ഇയാൾ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന ഇയാളൊരു നോൺ മലയാളി അല്ലേ എന്ന് കാണുമ്പോഴത്തേക്ക് നിയമത്തുള്ള ആൾക്കാർ, ഞാൻ ഉദാഹരണത്തിന് പറയുന്നത്, അങ്ങനെ അവർ ന്യൂസ് ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ അതിന്റെ ഒരു ആ പ്രോ ആന്റി ന്യൂസിന്റെ സ്വഭാവം വേണ്ടി പറയാൻ വേണ്ടി ഞാനൊരു ഇപ്പൊ ഇത് നോൺ മലയാളി കേരളത്തിൽ വന്ന് BJP പ്രസിഡന്റ്, ഇയാൾക്ക് എന്താ ഇവിടെ കാര്യം, ഈ രൂപത്തിൽ വന്നിട്ട് അതിലൂടെ ഇയാളുടെ കഴിവുകളെ കൂടെ വർദ്ധിക്കും. ഇയാള് സെമി കണ്ടക്ടർ മനുഷ്യൻ. അപ്പൊ ഇതിന്റെ ഒരു ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഓഡിയൻസ് അല്ല. ഇതിനകത്ത് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ നമ്മൾ എത്രയൊക്കെ പ്രൊഡ്യൂസ് ചെയ്താലും ഇതിൻ്റെ ഒരു നിഷ്പക്ഷ ഓഡിയൻസിനാണ് എപ്പോഴും നമ്മൾ സ്നേഹിക്കുക. ഒരു ഹാർഡ് കോർ CPM-നോ CPI-ക്കോ അല്ലെങ്കിൽ BJP-ക്കോ കോൺഗ്രസിനോ ചെയ്യുന്ന ആൾക്കാർ ആ രൂപത്തിൽ തന്നെ ചെയ്യും. ഒരു തരത്തിൽ മറ്റേ ആൾക്കുള്ള ഒരു പബ്ലിസിറ്റി ആയിട്ട് അത് മാറും. അതായത് ഞാൻ നിങ്ങളുടെ നിങ്ങളെ പറ്റി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഇവിടെ താങ്കൾ ഇവിടെ നിങ്ങൾ ഇവിടെ ഒന്ന് മത്സരിക്കേണ്ട ഒരു കാര്യം കേൾക്കുന്ന ആൾക്കാർക്ക് ശരിയാണല്ലോ എന്ന് തോന്നും. പക്ഷെ അതിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്ന ക്യാപ്സൂള് നിങ്ങളുടെ വൈറ്റൽ ക്വാളിറ്റീസും അതിൻ്റെ അത് പ്രസന്റ് ചെയ്യും. ഇയാള് ഈസ് എ ബ്രില്യൻ ടെക്നോക്രാറ്റ് ആണ്, ഇതാണ് ഒരു പക്ഷെ തിരുവനന്തപുരത്തിന് പോകണം വരാം എന്നുള്ള രീതിയിൽ അതിനകത്ത് ഇത്തരം ഒരു കാര്യമുള്ളത്. ഇതിലും പലപ്പോഴും എല്ലാം സെൻട്രലൈസ്ഡ് ആയ ഒരു ഓപ്പറേഷൻ അല്ലല്ലോ. പലതും ഈ പറയുന്ന ഡീസെൻട്രലൈസ്, അത് പറഞ്ഞ പോലെ കാൻഡിഡേറ്റ്സ് സ്വന്തം നിലയ്ക്ക് ഒരു ഏജൻസി വെക്കുന്നുണ്ട്, പല ഏജൻസികൾ വെക്കുന്നുണ്ട്, പാർട്ടി വെക്കുന്നുണ്ട്. വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വളരെ കയോട്ടിക് ആയ ഒരു സീനായിട്ട് എൻഡ് ഓഫ് ദി ഡേ ഇത് മാറുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നില്ലേ? അതായത് പാർട്ടി പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനമായിരിക്കില്ല ഒരു പക്ഷെ കാൻഡിഡേറ്റിന്റെ ഏജൻസി പ്രൊജക്ട് ചെയ്യുന്നത്. അങ്ങനെ വരാറുണ്ടോ? ഇലക്ഷനിൽ നമുക്ക് ഈ മാർക്കറ്റിംഗ് ക്യാമ്പയിനിൽ നമ്മൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ കൊണ്ടുപോകും. ഓക്കെ. ആ ഒരു സ്കെയിലും കൺട്രോളും നമുക്കൊരിക്കലും ഇലക്ഷൻ ക്യാമ്പയിനിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ. ഇലക്ഷൻ ക്യാമ്പയിനിൽ നമ്മൾ ഈ പല മിസൈലും പല റോക്കറ്റ്സും വിക്ഷേപിക്കും. അതിൽ കുറെ ശരിയായ സ്ഥലത്ത് കൊള്ളുന്നതുകൊണ്ടാവും കുറെ ഇതിന്റെ കൂട്ടത്തിൽ പോകുന്നത്. പക്ഷെ
കുറച്ചെങ്കിലും നമ്മളത് ചെയ്യുമ്പോൾ അത് ആ ഒരു ഓർഗനൈസ്ഡ് പാത്തിൽ നമ്മൾ ചെയ്യണം. പല കാര്യങ്ങളും ആ കൂട്ടത്തിൽ പലരും പലതും ചെയ്തു വിടുന്നു. വി ഹാവ് നോ കൺട്രോൾ ഓവർ ഇറ്റ്. നമ്മളിപ്പോൾ ഒരാളുടെ ക്യാമ്പയിനായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിൻ അല്ലാണ്ട് പാരലിൽ നമ്മുടെ സൈഡിൽ നിന്ന് വേറെ സാധനങ്ങളും പോകും. ഇതിന് നമുക്ക് കൺട്രോൾ ഇല്ല. യുദ്ധം പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തോട്ട് ലൈനിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ആ ക്യാമ്പയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. ഇതിൽ മറ്റൊരു പുതിയതെന്ന് പറയാൻ പറ്റില്ല, കുറെ കാലമായിട്ടുള്ള സാധനം തന്നെയാണ്. പക്ഷെ എനിക്കൊന്ന് ഈ ഇലക്ഷൻ കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു ജെൻസി ഓഡിയൻസിനെ ടാക്കിൾ ചെയ്യുന്ന തരത്തിൽ, അതിനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനോ അല്ലെങ്കിൽ ഒരു മെസ്സേജിങ്ങോ സാധനങ്ങളോ ഉണ്ടായ പോലെ തോന്നുന്നുണ്ട്. എസ്പെഷ്യലി യൂസ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ്. പല പൊളിറ്റീഷ്യൻസും ഇലക്ഷൻ സമയത്ത് ഇൻഫ്ലുവൻസേഴ്സിന്റെ പോഡ്കാസ്റ്റുകളിൽ അപ്പയർ ചെയ്യുന്നു, അവിടെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ പ്രസന്റ് ചെയ്യുന്നു. ആസ് അഗെയിൻസ്റ്റ് ട്രഡീഷണൽ മീഡിയ, I fully agree with what you said about traditional media, mainline media versus newer media. അപ്പോൾ അതിൽ പക്ഷേ ഈ ഒരു ഓഡിയൻസ് വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസറിന്റെ ഒരു 1 million ഫോളോവേഴ്സ് ഉണ്ട്. ആ 1 million ഫോളോവേഴ്സ് ഒരു നീഷ് ഓഡിയൻസ് ആയിരിക്കും. ആ ഒരു ഓഡിയൻസിലേക്കാണ് ഈ പറയുന്ന പോഡ്കാസ്റ്റ് എത്തിപ്പെടുന്നത്. അങ്ങനെ ഒരു വളരെ ടാർഗറ്റഡ് ആയിട്ട് ഒരു ഓഡിയൻസിനെ കണ്ടു പറഞ്ഞിട്ടുള്ള ഒരു കളി ഈ പ്രാവശ്യം നടന്നതായിട്ട് തോന്നുന്നുണ്ട്. അതൊരു ഫോക്കസ്ഡ് ആയിട്ട് പല ആൾക്കാരും റാൻഡമിലി ഇപ്പോൾ വി ഡി സതീശൻ തന്നെയാണെങ്കിൽ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചു. ഇപ്പൊ ബൈജു നായര് അങ്ങനെ പലരും. ഇപ്പൊ എനിക്ക് പെലിമണിയൊക്കെ തന്നെയാണ് കൂടുതൽ. ചില ആൾക്കാർ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, എന്നാലും അവരെയൊക്കെ പലരും അപ്രോച്ച് ചെയ്തിരുന്നു. ചില ആൾക്കാർ പോയി, ചില സുജിത് ഭക്തൻ ഡിഡ് ലോട്ട് ഓഫ് വീഡിയോസ്. ഐ മീൻ അപ്പുറം ഇപ്പുറമുള്ള എല്ലാ കാൻഡിഡേറ്റും. ഇതിൻ്റെ അകത്ത് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യേണ്ട നാരേറ്റീവ്. നമ്മൾ ചെന്നിരിക്കുമ്പോൾ അവരുടേതായ രീതിയിൽ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കാൻ. പക്ഷേ ഇതിൻ്റെ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ടൊരു നാരേറ്റീവ് വെക്കണം. ഇതെല്ലാം മോശമെന്ന് ഞാൻ പറയുന്നത്, എല്ലാം നല്ലത് തന്നെ. പക്ഷേ ഈ ഇലക്ഷൻ സമയത്ത് യു നീഡ് ലോട്ട് ഓഫ് ദീസ് കോണ്ടന്റ് മിൽ ദാറ്റ് യു നീഡ് ടു ക്രിയേറ്റ്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് വരും. പക്ഷെ ഞങ്ങൾ ജെൻസീസിന്റെ അടുത്ത് റിസർച്ച് ചെയ്തിരുന്നു. നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ഗ്രൂപ്പ് ചെയ്തു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതായത് ഞങ്ങള് യു വിൽ ബി സർപ്രൈസ്. ഞങ്ങള് ഈ വി ടുക്ക് റൂം ഇൻ ഹോളിഡേ. എന്നിട്ട് നമ്മൾ ഈ ടെക്നോ പാർക്ക് ഭാഗത്തുള്ള കുറേയധികം പിള്ളേർ, ലോട്ട് ഓഫ് പീപ്പിൾ, പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ. ജെൻസിസിനെ മില്യൻസിനെ കൂടി ഒരുമിച്ചിരുത്തി ചെയ്തു, ജെൻസിസിനെ മാത്രമായിട്ട് ചെയ്തു. അപ്പൊ ഇവരോട് ചോദിച്ചപ്പോ ഒരു വെരി സർപ്രൈസിങ് ഒരു ഗ്രൂപ്പ് ജെൻസിസിനെ ഇരുത്തിയിട്ട്, അപ്പൊ ഗ്രൂപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് 15 people, 12 people. That's how it is. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന കുട്ടികളിൽ ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. ഇവർ ചോദിച്ചത് UDF LDF എന്താണെന്ന് അവർക്ക് അറിയില്ല, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ്. അപ്പോൾ ഇവർ പറയുന്നത്, അവസാനം ഒരു പെൺകുട്ടി ചോദിച്ചത്, ഈ UDF എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ചിലരൊക്കെ അവരുടെ പിന്നെ എവ്രിബഡി ന്യൂ ശശി തരൂർ. ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും ശശി തരൂരിനെ അറിയാം. ബട്ട് സം പീപ്പിൾ ഡിഡ്ന്റ് ഈവൻ നോ VD Satheesan. But it really depends on the, they all have votes. Correct. But we wanted to understand where are they going. So how are they? Because these are the kids who was even കോളേജിലും സ്കൂളിലും കഴിഞ്ഞിട്ട് നേരെ വിദേശത്ത് പഠിക്കാൻ പോവുകയും അല്ലെങ്കിൽ കോളേജിലേക്കും പോയി അല്ലെങ്കിൽ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്. ബട്ട് അവരെ സംബന്ധിക്കുന്ന ഇഷ്യൂ എന്തായാലും ദേവർ ലോഡ് ഓഫ് അവരുടെ അടുത്ത് നമ്മൾ അവരെ മോസ്റ്റ് ടിപ്പിക്കലായിട്ടുള്ള ഇഷ്യൂസ് പെറ്റ് ഇഷ്യൂസ്, പെറ്റ് കെയറിങ്, ബീച്ച് ക്ലീനിങ്. അവരോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ, അവർക്ക് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ വേണം, വലിയ ഡെവലപ്മെന്റ് വേണം ഒക്കെ പറഞ്ഞു അവര്. കേൾക്കുമ്പോ ഞാൻ ആലോചിക്കുന്നത് VD Satheesan മറ്റേ ബൈക്കിന്റെ സാധനം പറഞ്ഞതും ആ പൂക്കി ഇമോജി കൊട്ടതും ഇതിന്റെ ബേസിസിലാണോ, ഇതും കൂടി മനസ്സിലാക്കിയിട്ടാണോ അതോ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ സംബന്ധിക്കുന്ന ഇഷ്യൂസ്, ഇവർക്ക് ഇൻഡസ്ട്രി അവർക്ക് വരുന്നത് ആന്റി പ്ലാസ്റ്റിക് ക്യാമ്പയിൻ, അവരെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന, അവരെ ബാധിക്കുന്ന എൻവിറോൺമെന്റൽ ഇഷ്യൂസും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ജോബ് ക്രിയേഷൻ, ഓഫ് കോഴ്സ് ഇതെല്ലാം അവർ പറഞ്ഞു. മറ്റുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം വെരി നോൺ പൊളിറ്റിക്കൽ. അവർ നോൺ പൊളിറ്റിക്കൽ ആണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് അവർക്ക് പല നേതാക്കളെ അറിയില്ല. സിദ്ധേനിയും നരേന്ദ്രമോദി
അപ്പോൾ they knew Shashi Tharoor, but many of the leaders they didn't even know. ഓക്കെ. പക്ഷെ ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത് ഈ ജെൻസി ഓഡിയൻസിന് ഇവര് ടാക്കിൽ ഇപ്പൊ കേരളത്തിൽ എനിക്ക് തോന്നുന്നൊരു ഐ ഡോണ്ട് നോ ദി എക്സാക്ട് നമ്പേഴ്സ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി കപ്പിൾ ഓഫ് ലാക്സ് ന്യൂ ജനറേഷൻ വോട്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ 5 കൊല്ലത്തിൽ വോട്ടിംഗ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ മസ്റ്റ് ബി കപ്പിൾ ഓഫ് ലാക്സ്. ഇലക്ഷൻ ഇവർ പലരും വോട്ട് ചെയ്യാൻ ചിലപ്പോൾ ഇറങ്ങിയില്ല, പക്ഷെ നമ്മൾ റിലേറ്റീവ്ലി ഹയർ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം ഇലക്ഷൻ ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നത് കുറെ കൂടി ഓൾഡർ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആയിരിക്കും. പക്ഷെ ഐ തിങ്ക് ദീസ് പീപ്പിൾ ഹെൽപ്പ് ഇൻ ദ പെർസെപ്ഷൻ ബാറ്റിൽ അല്ലേ. സോഷ്യൽ മീഡിയ ഡ്രൈവ് ചെയ്യുന്നത് അവരാണ്. ഫേസ്ബുക്ക് പോലത്തെ മാധ്യമങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റു പല മാധ്യമങ്ങളും ഡ്രൈവ് ചെയ്യുന്നത് ഈ പറയുന്ന യങ് ജനറേഷൻ. അപ്പം വെദർ ഇറ്റ് ക്ലിക്സ് വിത്ത് ദം ഓർ നോട്ട് ഡ്രൈവ്സ് എ സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ്. ആ ഒരു വിസിബിലിറ്റിയും ആ ഒരു പെർസെപ്ഷൻ തന്നെ ഇറ്റ് ഇൻ ടേൺ ടേക്സ് എ ലൈഫ് ഓൾസോ. അത് ന്യൂസിൽ വരുന്നു, സോഷ്യൽ മീഡിയയിൽ മുക്കി ഇമോജി വന്നു എന്ന് പറയുന്നു, അങ്ങനെ ഒരു ന്യൂസ് സൈക്കിൾ അതിന് കിട്ടുന്നു. ആ രീതിയിലാണോ പൊളിറ്റീഷ്യൻസ്? Very interestingly, many of them, I have it on video, so many of them said, നിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും, നിങ്ങൾ വോട്ട് ചെയ്യോ? വോട്ട് ചെയ്യാം, ഭയങ്കര കാശില്ല. അപ്പൊ ഇത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? നിങ്ങൾക്ക് UDF എന്താണെന്നറിയില്ല, LDF എന്താണെന്നറിയില്ല, NDA എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് അറിയാം. വീട്ടുകാരെ ചെയ്യുമല്ലോ, അവർ പറയുമല്ലോ. സോ that's how they undecided they are. Unless they know that only those 1 or 2 key leaders, apart from that they don't know. So virality on social media, virality among this audience is a prerequisite. അത് വേണം എങ്കിലേ ഈ virality വരും. But what really goes viral? I mean, see, അവിടെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയില് നമ്മൾ വെരി ക്ലിയർ ആയിട്ട് നമുക്ക് ഓരോ ഓഡിയൻസ് സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്യാം. അപ്പൊ യു നീഡ് സ്പെസിഫിക് കോണ്ടന്റ് ഫോർ ദോസ് ഓഡിയൻസ്. ഇവൻ ജെൻസിനോട് സംസാരിക്കുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന ഇഷ്യൂസ് അവിടെ പറഞ്ഞിട്ട് അത് എനിക്ക് ഒരു കാര്യം എന്താ, ഈ ഇലക്ഷനിൽ പ്രത്യേകിച്ചും ഈ കുറേ നമ്മുടെ നാട്ടിൽ ചാനലുകൾ വന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ഓറിയന്റഡ് കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാനലുകൾ വന്നിട്ടുണ്ട്. അവരെല്ലാം ഈ പറയുന്ന ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കുറെ ഫോളോവേഴ്സും ഒക്കെ ഉള്ള പേജസും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാവരും ഈ ഇലക്ഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ കൂടെ അവര് പോകുന്ന വഴികളെല്ലാം സഞ്ചരിച്ച് പലരും പേര് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു എക്കോണമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിൻ്റെ അകത്ത് ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യില്ലേ പല കേസിലും? ഭയങ്കരമായിട്ട്. ഐ മീൻ ദേ ക്രിയേറ്റഡ് സോ മച്ച് ഓഫ് ട്രാഷ് കണ്ടന്റ്. അതാണ് ഏറ്റവും കൂടുതൽ. എല്ലാവരും ഈ പീപ്പിൾ സേ കോണ്ടന്റ് ഈസ് കിങ്, ആൻഡ് വാട്ട് ദേ ഹാവ് ക്രിയേറ്റഡ് ഈസ് എ കിങ്ഡം ഓഫ് ട്രാഷ്. അതാണ് സത്യത്തിൽ ഉണ്ടായത്. എനിക്ക് ഐ സംടൈംസ് വണ്ടർ, isn't it all deliberate? Like ചില സ്ഥാനാർത്ഥികൾ we know for a fact that they may not win, and they highest chances they may not win, പക്ഷെ they are all over social media. If you look at during election, they are all over social media. അവർ എവിടെ പോയാലും റീൽ ഇടുന്നുണ്ട്, അവർ രാവിലെ ഇറങ്ങുന്നുണ്ട്, രാത്രി വരുന്ന ഒരു 10-30 റീലൊക്കെ വരുന്നുണ്ട്. അപ്പൊ in a way I felt like they are using elections to kind of attract. They will create awareness, but there is a difference between awareness and influence. Okay, yeah. I can create awareness, but my creating awareness not necessarily influence you in terms of to vote for me. ഇതിൽ എന്തെങ്കിലും സ്ട്രാറ്റജിക്കലി അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്? അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഞാൻ ജയിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ ഒരു 2 മാസം റീലുകളിൽ തിളങ്ങി നിൽക്കുന്നതിനെ കൊണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഐ മീൻ യു വിൽ ബി എവറിവെയർ, യു വിൽ ബി നോൺ, യുവർ ഫേസ് ഈസ് റെക്കഗ്നൈസ്ഡ്. But that is a currency of its own, right? No, but yeah, it is a currency of not in the election, but otherwise familiarity breeds. But what happens is that familiarity alone is not going to help you. When people evaluate, a politically whom I should vote, I mean, it is based on several other parameters. So you really need to work on what really going to influence you. It doesn't matter whether my competitive candidate or my opponent this I understand. I'm not talking about politics, പക്ഷേ പോസ്റ്റ് ഇലക്ഷൻ സിനാരിയോയില് എനിക്ക് കുറെ കൂടി വെഡിങ് ഇൻവൈറ്റുകൾ കിട്ടും, പറയുന്ന ഇനോഗ്രേഷൻ പ്രോഗ്രാംസ് കിട്ടും. ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഇപ്പൊ ഒരു റിയാലിറ്റിയാണ്. ഇലക്ഷൻ പണ്ട് ഈ പറയുന്ന താരങ്ങളെ ഇലക്ഷൻ ഉപയോഗിക്കുന്നതിന് ഇപ്പൊ ഇലക്ഷനെ താരങ്ങൾ ഉപയോഗിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇലക്ഷന്റെ കവറേജിന്റെ ഭാഗമായി കിട്ടുന്ന പോപ്പുലാരിറ്റി ഉണ്ട്, അവരുടെ ഫേസും അവരുടെ വിസിബിലിറ്റിയും പോസ്റ്റ് ഇലക്ഷൻ അവർക്ക് വരുമാനം കൂട്ടാനുള്ള സാധ്യത ഇലക്ഷൻ തന്നെ. തീർച്ചയായിട്ടും അതിന് കുറച്ച് പൈസ മുടക്കിയാലും ലോങ് റണ്ണിൽ അത് ലാഭമുള്ളൂ ചിന്തിക്കുന്ന ആൾക്കാർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും എല്ലാവരും they all make money. ഇതിന്റെ ഒരു നെറ്റ് എഫക്ട് എന്താണെന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് മേഡ് മണി.
in the election. I mean, it is a market. I mean, it is good. In a way, it is good. I mean, money is flowing into the market. Local economy അത് എനർജൈസ് ചെയ്തു. അതെല്ലാം ഭയങ്കര നല്ല കാര്യം. കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ്, ഇവർക്കെല്ലാം സാഹചര്യമാണ്. ഇപ്പൊ നമ്മൾ ഇലക്ഷന്റെ സമയത്ത് ഒരു വീഡിയോ എഡിറ്റർ നമ്മൾ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം നടന്നാൽ അതിന്റെ ഉത്സവം തീരുമ്പോഴത്തേക്ക് ആ പ്രദേശത്ത് ചപ്പ് ചവറുകളോട് നിറഞ്ഞിരിക്കും. അത്തരം വലിയ രസമാണ് സോഷ്യൽ മീഡിയ. ഇതൊരു ട്രാഷ്, ഇതൊരു വലിയൊരു കിങ്ഡം ഓഫ് ട്രാഷ് ഇത് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സാധനങ്ങളുണ്ട്? അതായത് ഇലക്ഷന്റെ മുന്നേ ഇത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സാധനം ഇലക്ഷൻ കഴിയുമ്പോൾ 10x 20x ഒക്കെ ഒരുപാട് എണ്ണം ഉണ്ടാവില്ല. അല്ല, അങ്ങനെ ഇപ്പൊ ആൾക്കാരത് പൈസ കൊടുത്തിട്ടാണെങ്കിലും പ്രൊമോട്ട് ചെയ്ത് ഫോളോവേഴ്സിനെ കൂട്ടും. ആരുടെ പൈസ? കാൻഡിഡേറ്റിന്റെ പൈസ. അത് lot of people do that. I mean, that apart, I mean, it is not, ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കൊരു ഫോളോവേഴ്സിനെ കൂട്ടണമെന്ന് കാര്യമില്ല. നമ്മുടെ കോണ്ടന്റ് ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യൽ മാത്രമാണ് നമ്മുടെ They sell these channels after election. I've seen them trying to sell these. Yeah, lot of people approached us. ഇത്ര ബേസ് ഉണ്ട്, you wanted to buy it. ശരി, lot of people approached us. എന്താണ് ഒരു ഗോയിങ് റേറ്റ് എന്താണ് മനസ്സിലാക്കാൻ? പല റേറ്റില്ല, they could fall for any rate. Start with 10 lakhs and 5 lakhs, but for what? Even for 10,000 rupees also. End of it, finally, if nobody is buying, they'll come and give you that page. 10 lakhs for what? Like 100k followers? Page. 100k followers or 50k followers? So you have 5 lakhs followers on our page. വ്യവസായം. Everybody. I mean, it is only short frame. നമ്മള് ഇറ്റ്സ് ലൈക്ക് നമ്മള് ഈ പെരിഷബിൾ ഗുഡ്സ് പോലെയാണ് ഇത്. ഇതാ ഒരു യു ഹാവ് 1 month ഒരു ഫ്രെയിം വർക്ക് ചെയ്യുന്നു. ഈ 1 monthനുള്ളിൽ ട്രൈ ആൻഡ് മേക്ക് സം മണി. ദാറ്റ്സ് വാട്ട് പീപ്പിൾ ഡു. അവിടെ ഇപ്പോൾ എനിക്ക് വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു, എന്നോട് പല ഈ പറയുന്ന ബ്രാൻഡിങ് ഏജൻസി, കമ്മ്യൂണിക്കേഷൻ ഏജൻസിയിൽ PR-ലൊക്കെ വർക്ക് ചെയ്യുന്ന കക്ഷികൾ പറഞ്ഞിട്ടുണ്ട്, ഇൻഡിവിജ്വൽ നേതാക്കൾ പല വിയേർഡ് ആയിട്ടുള്ള റിക്വസ്റ്റുമായിട്ട് വരും അത്രേ ഇലക്ഷന്റെ സമയമാകുമ്പോൾ. Have you faced any of this? Like this is one guy who told me that there's a particular politician, his ambition is അയാൾക്ക് കടുവയായിട്ട് ആ പ്രദേശത്ത് കടുവയോ സിംഹവും ആയിട്ട് അദ്ദേഹത്തിന് പ്രൊജക്ട് ചെയ്ത് കാണിക്കണം ആ പെർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. വേറെ മൃഗങ്ങളൊന്നും വേണ്ട. ഈ ഇതിലേതോ ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, കടുവയോ സിംഹം അങ്ങനെ എന്തോ. അപ്പൊ ഇങ്ങനെ വിയേർഡ് ആയിട്ടുള്ള പല, അത് പ്രോബ്ലി ഹി സീ സം വാല്യൂ ഇൻ ഇറ്റ്, ദാറ്റ്സ് വൈ. ഇത് ഞാനുമായ കെമിക്കൽസ്, പക്ഷെ ഞങ്ങളുടെ അടുത്ത് ആരും ഇതും പറഞ്ഞു വരില്ല. ഞങ്ങൾ കുറച്ചുകൂടി ആൾക്കാർ സീരിയസ് ആയിട്ട് നമ്മൾ റൂട്ട് ചെയ്യുന്നത്, നമ്മൾ വി ഫോക്കസ് ഓൺ വെരി പേഴ്സണൽ ബ്രാൻഡിങ്. അപ്പോൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെ ക്യൂറേറ്റ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായ ധാരണ നമ്മൾക്കുണ്ട്. ഡിഫറെന്റ് ആർക്കിടെക്ട്സ്, ഇത്ര ഇപ്പൊ ഒരു 12 ആർക്കിടൈപ്സ് ഉണ്ട്. ഈ 12 ആർക്കിടൈപ്സിൽ ഏതെങ്കിലും ഒരു ആർക്കിടൈപ്പ് മാത്രമേ നമുക്ക് ഐഡിയലി നമുക്ക് ആ ഏതൊരു ആർക്കിടൈപ്പിൽ നമ്മളൊരു ക്യാരക്ടർ ക്യൂറേറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഭയങ്കര ഗഹനമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പല ആൾക്കാരും അവരുടെ പേഴ്സണൽ, ഐ ഡോണ്ട് വാണ്ട് ടു റിവീൽ എനി നെയിം ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി ഡിസ്ക്രീറ്റ് തിങ്. അപ്പോൾ ദെർ ആർ മെനി പൊളിറ്റീഷ്യൻസ് ആൻഡ് ബിസിനസ്മെൻ ആൻഡ് റിലീജിയസ് ലീഡേഴ്സ് ഹു വി വർക്ക് വിത്ത്. Even religious leaders. Okay. What personal imagery build ചെയ്യാൻ ആർക്കും താല്പര്യമില്ലാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ it is important to build your personal imagery. I'm wondering like why this discreteness? അത് ട്രാൻസ്പാരന്റ് ആക്കുന്നതിലൂടെ എന്താണ് നഷ്ടപ്പെടാനുള്ളത്? അത് ഞാനൊരു പേഴ്സണൽ ബ്രാൻഡിങ് ഏജൻസിയെ വെച്ചിട്ടുണ്ട്, ഇന്നത്തെ കാലത്ത് അത് ആവശ്യമാണ് എന്ന് പറയുന്നത്. No one really wants to do it. I mean, people don't want to be seen as I am spending money to build my image. See, imagery, building image is very, very careful exercise. I mean, it's not like building a brand in the imagery building പോലെ അല്ല. ഒരു വ്യക്തിയുടെ ഇമേജ് you need to be extra more careful to build that. It is ഒരാളുടെ ഇമേജറി ബിൽഡ് ചെയ്യുന്നത് by default അല്ല, it is by design. Okay. You need to build a person's image. It is happens with a proper design and strategy. By default, അതിൽ ചില ആൾക്കാർ വഴിതെറ്റി നമ്മൾ, because if you need to build your image, you need to find out what type of archetype suits you, where do you want to build your image, whom do you want to influence, and how do you want to scale up your imagery. അപ്പോൾ നമ്മളത് വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇമേജറി മറിയും. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ആയാലും ഒരു രാജ്യത്തിൻ്റെ ആയാലും ഒരു രാഷ്ട്രത്തിൻ്റെ ആയാലും ഒക്കെ ഇമേജറി മാറി. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സൂര്യനസ്തമിക്കാത്ത രാഷ്ട്രമായിരുന്നു. പക്ഷേ ഇന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഇമേജ് എന്താണ്? ഇന്ന് ഒരു സൂര്യനസ്തമിക്കാത്ത രാഷ്ട്രം, ഇന്ന് ലോകത്തിന് നിറയിൽ ഒരു പൊട്ടായി മാറി. എൻ്റെ ചെറുപ്പത്തിൽ ജപ്പാന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് ഓഫ് മൈക്രോ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. ഇന്ന് ഐ മീൻ ചൈന കൊണ്ടുപോയി. ഇന്ന് ജപ്പാന്റെ ഇമേജറി എന്താ? അപ്പോൾ വ്യക്തികളുടെ ആയാലും രാജ്യത്തിന്റെ ആയാലും നേതാക്കളുടെ ആയാലും ബ്രാൻഡിന്റെ ആയാലും എല്ലാം ഇമേജറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ what one needs to do is that you need to try and maintain how consistently you can take your image. ഇന്നത്തെ കേരളത്തിൽ ഇപ്പൊ ഇന്നൊരു രാഷ്ട്രീയക്കാരനാവാൻ ചിന്തിക്കുന്ന ഒരു മനുഷ്യന്
അക്കോർഡിംഗ് ടു യു ദിസ് കുഡ് ചേഞ്ച്, ഇതൊന്നും ഇല്ലാതെയും ചിലപ്പം നാളെ രാഷ്ട്രീയക്കാരൻ വന്നേക്കാം, പക്ഷെ അക്കോർഡിംഗ് ടു യു വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഹി ഷുഡ് ബി കെയർഫുൾ അബൌട്ട്? എന്തൊക്കെയാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഓൾസോ എന്താണ് കേരളത്തിന് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് ഒരു കേരളം പ്രതീക്ഷിക്കുന്ന, അക്കോർഡിംഗ് ടു യുവർ റിസർച്ച്, വാട്ട് ക്ലിക്സ് വിത്ത് കേരള? അല്ല, ഒന്ന് ബി ബ്രൂട്ടലി ഓണസ്റ്റ് ടു വാട്ട് യു ഡു. ഒന്ന് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട, ഒരു പ്രതിബദ്ധതയും കാര്യങ്ങളൊക്കെ വേണം. രണ്ട്, വെൻ യു ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ റോഡ് മാപ്പ് വെരി ക്ലിയർ. ഒരാൾ ഒരു രാഷ്ട്രീയത്തിൽ ചുവടുവെച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ ക്ലിയർ റോഡ് മാപ്പ്. വെൻ യു റിയലി വോണ്ട് ടു ഗോ and how do you want to take it? What kind of an imagery that suits you? So we will, when someone comes to us, we'll literally really study his politics. We will study his അവരുടെ സ്പീച്ചസും ഇതിനും അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വാട്ട് കൈൻഡ് ഓഫ് ഇമേജറി. ചിലർക്ക് ചേരാത്ത കൊടുത്തിട്ട് കാര്യമില്ല. ചിലർക്ക് വന്നിട്ട് പറയും ഐ വാണ്ട് ടു ഹാവ് എൻ ഇമേജറി ലൈക്ക് BM സുധീരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ നോട്ട് work for him. Correct? Do people actually say that? A lot of people want to have a lot of imageries. Okay. I mean, a little bit of that, little bit of this, little bit of this. എല്ലാവരും കൂടി ചേർന്നിട്ട് it becomes an avial. It will not, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമേജറിയിലേക്ക് അത് വരില്ല. അപ്പോൾ lot of people come to you with an aspiration to, because they all have an idol. ഈ ഐഡലിനെ വെച്ചിട്ട് that kind of an imagery that I wanted to create, or someone want to build a within short span of time I want to build a image. These are kind of things that will not work. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയും, ബിക്കോസ് ഇമേജറി ടേക്സ് ടൈം ടു ഗ്രോ. It needs time to sink in. Okay. And on the other hand, from the audience perspective point of view, എന്താണ് കേരളത്തിലെ ഓഡിയൻസിന് രാഷ്ട്രീയക്കാരുടെ അടുത്ത് നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്? ഓവർ എ പീരീഡ് ഓഫ് ടൈം what clicks with Kerala? It's not what clicks with Kerala. You need to play into the gallery. Gallery, there are certain politicians that play to the gallery. Sorry. സ്പെഷ്യൽ ദിവസം വേണോ? സിയറിന് കൊടുക്കുന്നതല്ലായിരിക്കും. ഓ, CM ഉള്ള സിയറിന് വല്ല കൊടുക്കുന്ന അറിയത്തില്ല. ഓക്കെ. ക്ലൈന്റ് ആരെങ്കിലും ആയിരിക്കും ചിലപ്പോ. ഞാൻ പറയുന്നത് ഇതില് നമ്മള് എവ്രി വാണ്ട്സ് ഗാലറിയുടെ കൈയടി വേണം. എല്ലാവർക്കും ഗാലറിയുടെ കൈയടി വേണം. അപ്പൊ വന്ന ഉടനെ നമുക്ക് കൈയടി കിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ യു നീഡ് ടു പ്ലേ. ചിലപ്പോ നമ്മൾ ഇപ്പൊ സഞ്ജു സാംസൺ തന്നെ എത്ര കളിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പോ കൈയടി കിട്ടി തുടങ്ങിയത്, അല്ലേ? പക്ഷെ ഓരോ കളിക്കും ഒരു ഫോർമാറ്റ്. ഇപ്പൊ IPL ആണെങ്കിൽ അടിക്കണം, ടെസ്റ്റ് ആണെങ്കിൽ നിന്ന് കളിക്കണം. അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു IPL ഫോർമാറ്റിലാണോ അതൊരു ടെസ്റ്റ് ഫോർമാറ്റിലാണോ? ഇതൊക്കെ വളരെ ജനറിക് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ രണ്ടുപേരും ഈ മുറിയിൽ സംസാരിച്ചിട്ട് ഒരാളും പറയാൻ പോകുന്നില്ല. പക്ഷെ ബേസ്ഡ് ഓൺ വാട്ട് യു ഹാവ് സീൻ സോ ഫാർ, കേരളം ഒരു പൊളിറ്റിക്കലി ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. മറ്റുള്ള സ്ഥലത്ത് പോലെയല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് പൊളിറ്റിക്സ് കേരളത്തിൻ്റെ IPL ആണെന്ന് തന്നെ പറയാം, പ്രത്യേകിച്ച് ഇലക്ഷൻസ്. അപ്പോൾ ആ ഒരു സമയത്ത് ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ആൾക്കാർക്ക് നല്ലൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു നേതാവിനെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. ഉറപ്പായിട്ടും ജനങ്ങൾ പലതും പ്രതീക്ഷിക്കും. പക്ഷെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡിന് ബിൽഡ് ചെയ്യുമ്പോൾ ആ പൊളിറ്റിക്കൽ ബ്രാൻഡിന്റെ ക്ലോസ് കോമ്പറ്റീറ്റീവ് എൻവയറമെന്റ് ഏതാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. ഈ നമ്മുടെ പൊളിറ്റിക്കൽ ഫിഗറിന്റെ വി മസ്റ്റ് ഡു എ കംപ്ലീറ്റ് സോർട്ട് ഓഫ് ദാറ്റ് പേഴ്സൺ. എന്താണ് നമ്മുടെ ഒരു ആ സോർട്ട് യൂണിവേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. കറക്റ്റ്. എന്നിട്ട് what are the opportunities for us, what are kind of things that we should avoid. ഇതിനൊരു ക്ലിയർ റോഡ് മാപ്പ് ഉണ്ടാക്കി നമ്മൾ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ബ്രാൻഡിന് നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ഗൈഡ് ലൈൻ ഉണ്ടാക്കണം. ഇതിൽ എത്രത്തോളം മണി ഒരു ഫാക്ടറാണ് ഇപ്പൊ ഇന്ന് വരുന്നത്? You need money because you need someone to work with you. You need someone to constantly thinking about. ഇപ്പൊ നമ്മളൊരു ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ we have been hired to think on the brand. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ബ്രാൻഡിന് വേണ്ടി ഈ ആഴ്ച എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക. നമ്മൾ ആ ബ്രാൻഡിന് വേണ്ടി എന്ത് മുന്നോട്ട് വെച്ചു, എന്ത് ചിന്താഗതികൾ നമ്മൾ ഒരു ബോൾ പാർക്ക് ഫിഗർ എന്തായിരിക്കും ഒരു കേരളത്തിൽ ഒരു ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു പൊളിറ്റീഷ്യൻ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു ബോൾ പാർക്ക്? ഹി സ്പെൻസ് ഇറ്റ് ഓർ നോട്ട് ഇസ് അനദർ ക്വസ്റ്റ്യൻ. പക്ഷെ ഒരു ബോൾ പാർക്ക് ഫിഗർ എന്തായിരിക്കും ഇന്ന് സാധാരണ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കോൺടെസ്റ്റ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം യു നീഡ് ടു അറ്റ്ലീസ്റ്റ് 3.5 crores of money to spend. This includes branding consultancy, this includes including everything, whatever money they need to deploy to the booth, everything put together. I think that's the ballpark indicative cost that one need to have in your hand. Okay, one final question about ഈ പറയുന്ന സ്പോട്ട് അനാലിസിസിലും ഫോർ ക്വാഡ്രന്റ് അനാലിസിസിലും എല്ലാം
നല്ല റേറ്റിംഗ് ഉള്ള ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഉണ്ടെന്ന് മാസ്റ്റർ തോന്നുന്ന ഒരു പൊളിറ്റീഷ്യൻ ഇന്നത്തെ കേരളത്തിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോന്നിനും ഓരോ ട്രേറ്റ്സ് ആണ്. you don't want to like disappoint your clients. ഓരോ പൊളിറ്റീഷ്യൻസിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓരോരുത്തർക്കും ഓരോ ട്രേറ്റ്സ് ഉണ്ട്. But some people who could possibly become the CM in some people who needs to be watched out for their whatever they are doing is right. ലോട്ട് ഓഫ് പീപ്പിൾ ഗെറ്റ് നമ്മൾ ഇന്ന് കേരളത്തിൽ കമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒത്തിരി ലീഡർഷിപ്പ്, ഇപ്പോൾ ഒരു കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ ഓൾറെഡി ഉണ്ട്. Say for example, V.D. Salishan, K.C. Venugopal, Ramesh Chennathala, these were all forefronters to the CM post. If you think what really worked in one's favor and what really hasn't worked on one's favor is public opinion. So how do you mobilize public opinion in your favor? Abraham Lincoln has famously said that with public opinion on your side, you can never go wrong. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റും. Do you think he used the service of any branding agency or a consultant to move public opinion in his favor in case of V.D. Salishan? Then I won't say V.D. Salishan has very specifically used or not, I really don't know. But കേരളത്തിൽ ഇത്തവണ certain കോർപ്പറേറ്റ്സുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. Very interesting. Okay. So you think, I mean, it is ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒരു സ്ഥാനത്ത് അവരോധിക്കുന്നതിൽ ആ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ പാർട്ടി പ്രവർത്തകർക്ക് പങ്കുണ്ട് എന്ന് നമ്മൾ കരുതും പ്രതീക്ഷ. പക്ഷേ ഇമാജിൻ ദാറ്റ് ഒരാളെ അവരോധിക്കുന്നതിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുടെയും താല്പര്യങ്ങളും ഇന്ന് ഭയങ്കര എവിഡൻ്റ് ആണ്. അപ്പോൾ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളും പാരലൽ പണിയെടുക്കും. How do you evidence it? ഇപ്പൊ ഭയങ്കര എവിഡന്റ് ആണെന്ന് പറയുമ്പോൾ there are several rumors in the market. Okay. How corporate companies with business interest in Kerala are rallying for a particular person. I mean, because of his politics, because of his because of my business interest. I don't want anyone who is against my business interest to come and occupy a chair. So the corporate group will do. Obviously, I'm saying to place that on the thing. I mean, in the context is it's not just that. I mean, it is because of what one need to watch out from a personal branding perspective. I'm saying if I'm very serious about building my personal image, it's not that I need to build and curate my imagery not just in front of the public or with my leadership. There are if you are in a party, I need to work with the corporate. You need to build your imagery with the audience, which is your people, your followers, your party men. You also need to build your imagery with your leadership. Your leadership also need to see you in terms of നമ്മുടെ ലീഡർഷിപ്പിന്റെ മുമ്പിൽ നമ്മൾ പ്രൂവ് ചെയ്യണം. And possibly those with money, from what you're saying, companies, നമ്മളിപ്പോ ഒരു നല്ല ലീഡറായി. But have you really noticed any corporate company actively campaigning by spending money or indirectly for a politician? ഈ കമ്പനി I'm not saying ex-politician, for any politician അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ടോ? There are from our knowledge, I mean there are companies, but when corporates work, it works like a submarine. You will not see. Okay, that's a corporate, because corporate wants to please everyone. Okay. When corporate comes and works in a market to place somebody on these are, just for clarity, these are the biggest corporates in Kerala or biggest corporates in India? Biggest corporate in India. Okay. I don't think Kerala any corporate company has grown into that level too. But there are bigger individual businessmen. Yes, there are corporate brands. I'm saying, I mean, see what extent one need to actually be watchful about one's image. Correct. So you can't. What I'm trying to say is that while we are trying to build our image, നമ്മുടെ image നമ്മുടെ ഒരു ഓഡിയൻസിനെ നമ്മളൊരു ഓഡിയൻസ് സെറ്റ് ഓൾറെഡി ഡിഫൈൻ ചെയ്തു പറഞ്ഞാൽ this is my audience, so I need to have an imagery for my imagery with this particular audience, and I should play to that gallery. But I need to play into multiple galleries today. പക്ഷേ ഈ പറയുന്ന V.D. Salishan, രമേശ് ചെന്നിത്തല എന്നുള്ള ആ ഒരു ട്രയോ അല്ലാതെ അതിൽ നോൺ ലീഡേഴ്സ് ആണ് ടോപ്പ് ലീഡർഷിപ്പിൽ എത്തിയിട്ടുള്ള ആൾക്കാർ. അതല്ലാതെ ഞാൻ ആലോചിക്കുന്ന ആരെങ്കിലും ബ്രേക്ക് ഔട്ട് ടാലൻസ് ദാറ്റ് യു സീ ആൻഡ് ഗോ അബൌട്ട് ലൈക്ക് okay, this guy is interesting or this girl is interesting, have to watch out എന്ന് തോന്നിയിട്ടുണ്ടോ? Kerala has got
tons of leaders. I mean, Congress itself, you say, Congress തന്നെ ഇപ്പൊ നമ്മുടെ അടുത്ത ഒരു ഡസൻ ആൾക്കാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ആൾക്കാരുണ്ട് അല്ലെ. നല്ലൊരു ലീഡർഷിപ്പ് കോൺഗ്രസിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ദർ ഇസ് നോ സ്കാർസിറ്റി ഫോർ ലീഡർഷിപ്പ്. അത് CPM-ലായാലും കോൺഗ്രസിലായാലും ലീഡേഴ്സ് അനവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയിൽ ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ശത്രു ആ പാർട്ടിയുടെ അകത്ത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ പേഴ്സണൽ ഇമേജറി ക്യൂറേറ്റ് ചെയ്യുമ്പോൾ you need to have that, you need to keep that multiple galleries in mind. Okay, I need to build a certain imagery. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയുടെ ഇമേജ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇമേജറി കൊണ്ടുപോകുമ്പോൾ you need to have a different kind of imagery. In a closed room you need to have a different imagery. In an open stage you need to have a different imagery. But while you are, when I say closed door, when you are actually with your leadership, you need to have a different imagery. I got it. Yeah, correct. But thank you. This is a lot to chew on. Especially the things that you said towards the end. അതിൽ ഈ പറയുന്ന മതനേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പേഴ്സണൽ ബ്രാൻഡിങ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. കാരണം മതം എന്നൊക്കെ പറയുന്ന കേരളത്തിൽ അത്രയും ആഴത്തിൽ വേരിറങ്ങിയിട്ടുള്ള ജനങ്ങളുമായിട്ട് അത്രയും ബന്ധമുള്ള സ്ഥാപനങ്ങളും അതിന്റെ മേധാവികളും ഒക്കെയാണ്. അവര് ഒരു ഔട്ട്സൈഡ് ഹെൽപ്പ് സീക്കുക എന്ന് പറയുമ്പോൾ then there is an interesting churn that's happening, alle. That's great, and you don't want to reveal any clients. No, I don't want. I mean, this is the personal branding because we can't. I mean, now what brands that I work on any consumer brands എനിക്ക് പറയാം. I don't mind because my clients also will be happy that I work with certain amount of clients. പക്ഷേ the political brands and personal brands that you work with, we have, that's discreet. That we will not reveal to anyone. Even one client will not know the other client. Let's keep chatting. കാരണം ഇത് ഭാവിയിൽ ഇവരാരെങ്കിലും ജയിച്ചു വരുമ്പോൾ obviously you would want to no, we will still not reveal those names. I mean, those things are, I mean it has to be always under the wraps. Things that can be said and cannot be said. It is always under the wraps. Thank you a lot. Thank you for sharing a lot.